ഷൈൻ ടോം ചാക്കോ പോലീസിന് മുന്നിൽ ഹാജരാകുന്നതിന് മുൻപ് ലഹരി പരിശോധനയിൽ നിന്ന് രക്ഷപ്പെടാൻ മറുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന പോലീസിന് സംശയം. ഇക്കാര്യത്തിൽ അന്വേഷണം നടത്താൻ പോലീസ് അതിനിടെ എനർജിക്ക് വേണ്ടിയാണ് ലഹരി ഉപയോഗിച്ചിരുന്നതെന്ന് ഷൈന്റെ മൊഴി പുറത്തുവരുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ബിനിൽ ചേരുന്നുണ്ട്. ബിനിൽ, ഈ ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗിക്കുന്നയാളാണ് എന്ന് പോലീസിനോട് ഇന്നലെ തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഒളിച്ചോട്ടം, ഈ ഒരു തെളിവുകൾ നശിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് എന്ന സംശയമാണ് പോലീസിന് തുടക്കം മുതൽ തന്നെ ഉള്ളത്. ഇയാൾ മറുമരുന്ന് കഴിച്ചിട്ടുണ്ടോ എന്നൊരു സംശയമാണ് ഇപ്പോൾ പോലീസ് മുന്നോട്ട് വെക്കുന്നത്. ജയലക്ഷ്മി, അക്കാര്യത്തിൽ പോലീസിന് വലിയ സംശയം തോന്നാനുണ്ടായ കാരണം ഇയാൾ ഈ ഓടി ഒളിച്ചതിന് ശേഷം 2 ദിവസങ്ങൾക്ക് ശേഷമാണ് പോലീസിന് മുന്നിലേക്ക് എത്തുന്നത്. അതിനിടയിൽ ഏതെങ്കിലും തരത്തിലുള്ള പരിശോധന ഉണ്ടായാൽ അതിനെ മറികടക്കാനുള്ള മാർഗവും ഇയാൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പോലീസ് സംശയിക്കുന്നത്. തന്നെ പരിശോധിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷൈൻ ടോം പോലീസിന് മുന്നിൽ എത്തിയത്. പരിശോധനകൾക്കൊന്നും തന്നെ ഷൈൻ എതിർക്കുകയും ചെയ്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇയാൾ ആന്റിഡോട്ട് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന സംശയം തന്നെയാണ് പോലീസിനുള്ളത്. ആ വഴിക്കുള്ള അന്വേഷണവും നടക്കുന്നു. കാരണം ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എഫ്ഐആറിൽ തന്നെ തെളിവ് നശിപ്പിക്കലിന് കുറ്റം ചുമത്തപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പോലീസിന് ആ വഴിക്കുള്ള അന്വേഷണത്തിന് നിയമപരമായി സാധുതയുമുണ്ട്. അതോടൊപ്പം തന്നെ ഷൈൻ ടോം ചാക്കോ തന്നെ തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യമാണ് കഴിഞ്ഞ വർഷം കൂത്താട്ടുകുളത്തെ ലഹരി വിമുക്തി കേന്ദ്രത്തിൽ താൻ ചികിത്സ തേടിയെന്നത്. അത് സംബന്ധിച്ചും വിശദമായ അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. ഈ ലഹരി ഉപയോഗിക്കുന്നയാളാണ് എന്ന് ഷൈൻ ടോം ചാക്കോ തന്നെ തുറന്ന് സമ്മതിച്ച പശ്ചാത്തലത്തിൽ ഇയാളെ ഇനി എന്ത് ചെയ്യാൻ കഴിയും? കാരണം ഇയാൾ ഒരു ലഹരിക്ക് അടിമയായ ഒരാളാണ് എന്നത് തന്നെയാണ് പോലീസിന് ആ ചോദ്യം ചെയ്യലിൽ നിന്ന് മനസ്സിലായിരിക്കുന്നത്. അതുകൊണ്ട് അക്കാര്യത്തിലുള്ള തുടർ നടപടികൾ പോലീസിന് എന്ത് ചെയ്യാൻ കഴിയുമെന്നതും ഇവർ ഉന്നത ഉദ്യോഗസ്ഥർ ആലോചിച്ചു വരികയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഇയാളുടെ പണമിടപാടുകൾ സംബന്ധിച്ചാണ്. ആ പണമിടപാടുകൾ സംബന്ധിച്ചും വിശദമായ അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യൽ ഉണ്ടാവുക. അതായത് ഷൈനോട് എത്ര മണിക്കാണ് വരാനായിട്ട് പറഞ്ഞിട്ടുള്ളത്? നാളെ ഈ പണമിടപാടുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാകുമോ? അതായത് കൂടുതൽ പേരിലേക്ക് ഈ അന്വേഷണം നീങ്ങുമോ? എന്തൊക്കെ കാര്യങ്ങളാണ് നാളത്തെ ചോദ്യം ചെയ്യലിൽ പ്രധാനമായിട്ടും ഉണ്ടാവുക? ജയലക്ഷ്മി, സത്യത്തിൽ ചൊവ്വാഴ്ച ഹാജരാകാനായിരുന്നു ഷൈൻ ടോം ചാക്കോയ്ക്ക് നോട്ടീസ് നൽകിയത്. പക്ഷേ ഷൈൻ പോലീസിനോട് പറയുകയായിരുന്നു ഞാൻ തിങ്കളാഴ്ച തന്നെ എത്തിക്കൊള്ളാമെന്ന്. കാരണം നാളെ ഈ സൂത്രവാക്യം സിനിമയുടെ ആഭ്യന്തര അന്വേഷണ സമിതിക്ക് മുൻപാകെ ഷൈൻ ഹാജരാകേണ്ടതുണ്ട്. അതോടൊപ്പം പോലീസിന് മുന്നിലും ഹാജരാകാമെന്നാണ് ഷൈൻ വ്യക്തമാക്കിയിരിക്കുന്നത്. രാവിലെ തന്നെ വരും. നേരത്തെ തന്നെ ഈ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച കൂടുതൽ പരിശോധനകളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. അതിനൊരു മുൻകൂർ ജാമ്യം ഇപ്പോൾ തന്നെ ഷൈൻ എടുത്തിട്ടുണ്ട്. താൻ സുഹൃത്തുക്കൾക്കൊക്കെ പണം കടം കൊടുക്കുന്നയാളാണ്. അവരൊരു ആവശ്യത്തിന് ചോദിച്ചാൽ താൻ പണം കൊടുക്കും. ആ രീതിയിലാണ് ഷൈൻ ഇപ്പോൾ തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതായത് ഈ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് ചോദ്യങ്ങൾ വരുമ്പോൾ അത് താൻ അവർക്ക് കടം കൊടുത്തതാണ് എന്ന് പറഞ്ഞു നിൽക്കുക. അതുകൊണ്ടാണ് പല ലഹരി ഇടപാടുകാരും തൻ്റെ സുഹൃത്തുക്കളാണ്, അവരെയൊക്കെ തനിക്ക് പരിചയമുള്ളതാണ് എന്ന രീതിയിലേക്ക് ഷൈൻ ഇപ്പോൾ തന്നെ മൊഴി നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ ഷൈൻ ടോം ചാക്കോയ്ക്ക് വേണ്ടി പോലും പോലീസിനു മേൽ വലിയ സമ്മർദ്ദം ചെലുത്താൻ ചിലർ ഉണ്ടായിരുന്നു എന്നതൊരു വസ്തുതയാണ്. ഈ കേസ് ഒഴിവാക്കാൻ വേണ്ടി പോലീസിനു മേൽ വലിയ സമ്മർദ്ദം തന്നെയായിരുന്നു. പക്ഷേ പോലീസ് അതിന് വഴങ്ങിയില്ല. കാരണം ഈ വൈദ്യപരിശോധനയിലേക്ക് പോകണമെങ്കിൽ പോലീസിനൊരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യേണ്ടത് അനിവാര്യമായിരുന്നു. അതുകൊണ്ട് ആ എഫ്ഐആറിലേക്ക് പോലീസ് പോവുകയായിരുന്നു. ഈ ഓട്ടം പൊതുസമൂഹം കണ്ടതാണ്. ഈ സമൂഹത്തിൽ ഈ ഷൈൻ ടോം ചാക്കോനെ പോലുള്ളവർ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, അവർ നൽകുന്ന പ്രതികരണങ്ങൾ, ഉണ്ടാക്കുന്ന ചലനങ്ങൾ അറിയാവുന്ന ആൾക്കാർ പലരും ഇയാൾക്ക് വേണ്ടി ഇപ്പോഴും ഇടപെടാൻ തയ്യാറാകുന്നു എന്നത് വളരെ ദുഃഖത്തോടു കൂടി തന്നെ കാണേണ്ട ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും ബിനിൽ, അതേപോലെ ഈ വൈദ്യപരിശോധന ഫലം ഏറെ നിർണായകമാണ്. കാരണം നമ്മൾക്ക് ഈ ഷൈൻ്റെ ഒരു കോൺഫിഡൻസ് കാണുമ്പോൾ ഇയാൾ ഈ പറയുന്ന പോലെ തന്നെ മറുമരുന്ന് ഉപയോഗിച്ചു അല്ലെങ്കിൽ അതിനെ ഖണ്ഡിക്കുവാനുള്ള കാര്യങ്ങളൊക്കെ അയാളുടെ പക്ഷത്തുണ്ടോ എന്നുള്ളത് നിലനിൽക്കുമ്പോൾ തന്നെ നാളെ ഈ ഒരു ഫലം പ്രതീക്ഷിക്കാമോ നമുക്ക്, പരിശോധനാ ഫലം? പരിശോധനാ ഫലം എന്തായാലും നാളെ വരില്ല. കാരണം ഹെയർ സാമ്പിളും അതോടൊപ്പം തന്നെ സ്രവവും ഒക്കെ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അത് ഇപ്പോൾ ജനറൽ ആശുപത്രിയിൽ വെച്ച് ആ സാമ്പിൾ കളക്ഷൻ മാത്രമാണ് നടന്നിരിക്കുന്നത്. ആ സാമ്പിൾ കോടതിയിൽ ഹാജരാക്കി കോടതി വഴി FSL ലാബിലേക്ക് അയക്കണം. FSL-ലായിരിക്കും അതിൻ്റെ വിശദമായ പരിശോധന നടക്കുക. അതിന് കൂടുതൽ സമയം വേണ്ടി വരും. ഏതായാലും ചുരുങ്ങിയത് ഒരു 2 ആഴ്ചയെങ്കിലും അതിലെ ഒരു പരിശോധനാ ഫലത്തിന് നമുക്ക് കാത്തിരിക്കേണ്ടി വരും. അത് പോസിറ്റീവായാൽ ഷൈൻ ടോം ചാക്കോയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പ്രതിസന്ധിയാകും. കാരണം ഇതിനേക്കാൾ ഗുരുതരമായ വകുപ്പുകൾ
ഷൈനുമേൽ ചുമത്തപ്പെടും. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എന്തായാലും ഈ പരിശോധനാ ഫലം പോസിറ്റീവായാൽ അത് ഷൈനെ പ്രതികൂലമായി ബാധിക്കുമെന്നത് ഉറപ്പാണ്. ഇപ്പോൾ ഒരു സംശയം പോലീസ് മുന്നോട്ട് വെക്കുന്നത് ഇയാൾ ഈ ഒരു മറുമരുന്ന്, ഈ ഒരു പരിശോധനയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മറുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം ശക്തമാകുന്നുണ്ട്. അപ്പോൾ ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു. എന്തായാലും നാളെ തന്നെ ഷൈനെ ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിച്ചിട്ടുണ്ട്. ഇയാൾ തുറന്ന് സമ്മതിച്ചിട്ടുണ്ട് പോലീസിന്റെ അടുത്ത് ഈ ലഹരി ഉപയോഗിക്കുന്ന ആളാണ് താൻ എന്നുള്ളത്. എനർജിക്ക് വേണ്ടിയാണ് ലഹരി ഉപയോഗിച്ചതെന്നും ഷൈൻ മൊഴി നൽകിയിട്ടുണ്ട്. എന്തായാലും ഇയാളുടെ സാമ്പത്തിക ഇടപാടുകൾ, മറ്റു കാര്യങ്ങൾ, ഇതിലൊക്കെ കൂടുതൽ വ്യക്തത പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും വൈദ്യ പരിശോധനാ ഫലം നാളെ ഉണ്ടാകില്ല എന്നുള്ളതാണ് ബിനിൽ റിപ്പോർട്ട് ചെയ്യുന്നത്.